സംസ്ഥാന സർക്കാരിനെയും മുൻ സർക്കാരുകളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗം. അപ്പം LDF, UDF അവരുടെ തന്ത്രങ്ങളിൽ നിന്ന് കേരളം മടങ്ങേണ്ടുന്ന അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്ന സമയം ഇപ്പോൾ അതിക്രമിച്ചു കഴിഞ്ഞുവെന്നാണ് മോദി പറയുന്നത്. ഒപ്പം തന്നെ ഇനി ഒരു മാറ്റമാണ് വരാനിരിക്കുന്നത്, അതിൻ്റെ സൂചനയാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ നമ്മൾ കണ്ടത് എന്നും പ്രധാനമന്ത്രി പറയുന്നു. സിബി ജോസഫ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിബി, ചില വിഷയങ്ങൾ മോദി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്നുണ്ട്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷത്തിൽ പ്രവാസികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിലെ ഇപ്പോഴത്തെ സർക്കാരിനൊപ്പം മുൻ സർക്കാരുകളെയും കേന്ദ്രം വിമർശിക്കുന്നു. എന്താണ് ഇതിലൂടെ മോദി ലക്ഷ്യമിടുന്നത്? പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുകൂടി വിലയിരുത്തിക്കൂടെ? തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഘടകകക്ഷികളായ BJP-യോടൊപ്പം തന്നെ BDJS-ഉം 2020 നേതാക്കളൊക്കെ വേദിയിലുണ്ടായിരുന്നു. നരേന്ദ്രമോദി പിന്നീട് രാഷ്ട്രീയമായി കോൺഗ്രസിനെയും CPM-നെയും ഉൾപ്പെടെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മോദിയുടെ പ്രസംഗം ആരംഭിച്ചത് തന്നെ. LDF-ഉം UDF-ഉം അവിശുദ്ധമായ കൂട്ടുകെട്ടിലാണ് എന്നുള്ളായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണമായി അദ്ദേഹം പ്രസംഗിച്ചത്. തൃശ്ശൂരും തിരുവനന്തപുരവും പോലെ കേരളം മുഴുവൻ ഇന്ത്യയിൽ വിശ്വാസം അർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. കേരളത്തിന് പുതിയൊരു തുടക്കം കുറിക്കേണ്ട സമയമാണ് എന്നുള്ളതായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ NDAയെ വിശ്വസിക്കുന്നു എന്ന് മോദി പറയുന്നു. നരേന്ദ്രമോദി NDAക്ക് ഭരണം നൽകിയാൽ അത്ഭുതകരമായ വികസനം കൊണ്ടുവരുമെന്ന വാഗ്ദാനം കൂടി നരേന്ദ്രമോദി നൽകിയാണ്. ഇത് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം ഇപ്പോൾ തുടരുന്നത്. കൂടാതെ രാഹുൽ ഗാന്ധി അടക്കം അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു. രാജ്യത്തെ ഡ്രോൺ നിർമ്മാണ കമ്പനിയെ കുറിച്ച് രാഹുലിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അഴിമതി ചുവപ്പ് നാട്, ഹർത്താൽ ഭൂമാഫിയ അടക്കമുള്ളതിനെയും തുടച്ചു നീക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. പശ്ചിമേഷ്യൻ യുദ്ധങ്ങളെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പ്രവാസികൾ യുദ്ധം നേടുകയാണ്, ഒരു പൗരന് പ്രശ്നമുണ്ടായാൽ പോലും അവരെ സംരക്ഷിക്കാൻ NDA സർക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഒരു വാഗ്ദാനമായി പറയുന്നത്. പശ്ചിമേഷ്യയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങൾ ശ്രമിക്കുന്നതായും ഈ വിഷമസന്ധിയിലും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണം കൂടി നരേന്ദ്രമോദി ഉന്നയിക്കുകയും ചെയ്യുന്നു. മോദിയെ വിമർശിച്ച റീൽസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മോദി പറയുന്നു. അങ്ങനെ ഇത്തരത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുള്ള ഊർജ്ജ മേഖലയിൽ മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കുന്ന കുറഞ്ഞു വരികയടക്കമുള്ള കേന്ദ്ര സർക്കാരിന് വികസനവും പെട്രോളിയം രംഗത്ത് ഇനിയും മുന്നേറേണ്ടതുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത്. കൂടാതെ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് സ്വയം ആശങ്ക വളർത്താനാണ് LDF-ഉം UDF-ഉം ശ്രമിക്കുന്നതെന്നും നരേന്ദ്രമോദി ഇത്ര പ്രസംഗിക്കുന്നു. തീർത്തും രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് LDF-നെയും UDF-നെയും ഇത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ള പ്രസംഗമാണ് നരേന്ദ്രമോദി പ്രചരണ ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അതിനു മുൻപ് അദ്ദേഹം സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിവിധ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് എറണാകുളം മറൈൻ ഡ്രൈവിൽ ധീവര മഹാസഭയുടെ സുവർണ ജൂബിലി ആവശ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ചില പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് നരേന്ദ്രമോദി അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരാമർശങ്ങളും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ പ്രസംഗങ്ങളുമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും വേദിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതാണ് കേവലം വിമർശനങ്ങൾ. സംസ്ഥാന സർക്കാരിനെ മാറി മാറി വന്ന സർക്കാരുകളുടെ വിമർശിക്കുക മാത്രമാണ് മോദി പ്രധാനമായും ചെയ്തത്. അതിലപ്പുറം മറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം 70 വർഷക്കാലത്തോളം LDF, UDF സർക്കാരുകൾക്ക് നിങ്ങൾ നൽകി, ഇനി വെറും 5 വർഷക്കാലം NDA സർക്കാരിനൊന്ന് നൽകി നോക്കൂ, കേരളത്തെ എങ്ങനെ മാറ്റിക്കളയാമെന്ന് കാണിച്ചു തരാം എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് സിബിയാണ്.